എത്താപ്പത് എത്ര നേരമായി കാത്തിക്കാൻ തുടങ്ങിയിട്ട് ചെങ്ങായി ഇത് എവിടെ പോയി എടുക്കാണ്? ഷൈജേട്ടാ, ആ കടത്ത് വരാനായോ? ഇല്ല എപ്പോഴും വരും. ഞാൻ വിളിച്ചിനി. ഹലോ, ആ ബാബുവാണ്. ആ നമസ്കാരം. പറഞ്ഞോളി. ആ അത് ചെയ്യണതിന് കൊത്തുപണികളൊക്കെ എന്ത് രീതിയിലും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പുള്ളി വിടാതെ ചെയ്യാം. ആ ചെമ്പ് ചെയ്താൽ മതി. ചെമ്പ് ചെയ്താലും സ്വർണ്ണത്തിൻ്റെ മോഡലാക്കാലോ. അതൊന്നും ആരും അറിയില്ല, അറിയാത്ത രീതിയിൽ തന്നെ ചെയ്യാം. ഇല്ല, ഇപ്പം നടക്കൂല കേട്ടോ. ഇപ്പം ഭയങ്കര തിരക്കാ. ശബരിമലയത്തെ 3-4 ഓർഡർ ഉണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കണം. VIP വന്നാൽ വലിയ പ്രശ്നമാവും ചെയ്യും. നിങ്ങൾ വേറെ ആരെയും നോക്കിയോളൂ, അതാവും നന്നാവുക. ആയിക്കോട്ടെ. ഒന്നും വിചാരിക്കരുത്. ശരി. ഇവർ കമ്മിറ്റിക്കാരൊക്കെ കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരം ചെയ്തു തരുമോ? എന്താ ചേട്ടാ, നിങ്ങൾ കൊത്തി ആ കരിങ്കല്ലൊന്ന് ബാക്കി ചെയ്യുമോ? ഒന്നേരം ചേട്ടാ, ഞാൻ എൻ്റെ കുലത്തൊഴിലെടുക്കണേ, അതിനുള്ള കൂലിയും വാങ്ങുന്നു. അതൊക്കെ ഭഗവാനോട് എന്താ? ഭഗവാനോട് നിങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കരിങ്കല്ല് ബാക്കിയാക്കി കിട്ടിയാൽ ഞങ്ങളെ ഭക്തർക്ക് കുറച്ച് ഗുണം കിട്ടും. പാവം ഭക്തർ കൊണ്ടുവരുന്ന സ്വർണം സംരക്ഷിക്കുന്നവർ കട്ടുകൊണ്ടുപോകണം. എന്താ ചെയ്യുക, ഓരോ കഥകൾ. സ്വർണം കണ്ട കണ്ണ് മഞ്ഞളിക്കാത്ത ആരാളുള്ള ഷൈജേട്ടാ? സ്വത്തിന് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മേനെയും കൊല്ലണം ഈ നാട്ടിൽ. ദൈവത്തിന് എന്ത് രക്ഷ. ഷൈജേട്ടാ, ഞങ്ങൾക്ക് വേറെ കഥ കേൾക്കണോ? നമ്മളെ പറമ്പിലെ ദിനേശേട്ടല്ലേ വയറിങ്ങിന് പോണേ, നമ്മളെ പോറ്റീൻ്റെ വീട്ടിൽ ഒരു ദിവസം വയറിങ്ങിന് പോയതാ. ചെങ്ങായി ഉള്ളിൽ കിടന്ന് കാണാൻ പറ്റാത്ത കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയോ കണ്ട് പിന്നെ ഓൻ പോറ്റീൻ്റെ പെറ്റായി മാറി. ഇപ്പം ജ്വല്ലറി ഒന്ന് വേറെ തുറന്ന്. ഞാനുണ്ട്. ആ നമ്മളെ ഗുരുസ്വാമിയല്ലേ വരണേ? ഗുരുസ്വാമി നമസ്കാരം. കൊല്ലം മല ചവിട്ടില്ലേ? ഇത്രയും കാലം മല ചവിട്ടിയിട്ട് മോനെ അയ്യനെ കാണാതെ ഞാൻ തിരിച്ചു പോന്നിട്ടില്ല. സത്യം. ഇപ്പോൾ ഉള്ള മോയ്മ കട്ടുകൊണ്ടുപോയി അയ്യനെയും കൂടി ഒരു കട്ടുകൊണ്ടുണ്ടാവും. കുട്ടിയെ എനിക്ക് താങ്ങൂല. അത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പോണില്ല. ഭഗവാന് തുണ, ഭഗവാൻ മാത്രം മോനെ.